പരാമർശവുമായി RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ല. ഭരണഘടനയുടെ ആമുഖത്തിലെ സോഷ്യലിസ്റ്റ്, മതേതരത്വം ഈ രണ്ട് പദങ്ങൾ ആവശ്യമുണ്ടോ എന്ന് ഹൊസബല്ല ചോദിക്കുന്നു. അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയിൽ ഈ പദങ്ങൾ ഇല്ല എന്നും ദത്താത്രേയ ഹൊസബല്ല പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം. दूसरा है, ऐसे करने वाले लोगों के आज संविधान को प्रति लेकर घूम रहे हैं, तो उनको बताना पड़ेगा भाई आज तक आपने इसके बारे में हिंदुस्तान के लोगों के सामने क्षमा नहीं मांगी, माफी नहीं मांगी, मांगना पड़ेगा. ബി ബാലഗോപാലാണ് വിവരങ്ങളുമായുള്ളത്. ബാലഗോപാൽ, അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധി 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സെക്കുലർ, സോഷ്യലിസ്റ്റ് എന്നീ പദങ്ങൾ പ്രിയാമ്പിളിൽ ചേർത്തത്. BJP അധികാരത്തിലെത്തിയതിനു ശേഷം നടന്ന സാഹചര്യങ്ങളിൽ പത്രപരസ്യങ്ങളിൽ ആദ്യത്തെ പ്രിയാമ്പിളാണ്, അതായത് സോഷ്യലിസ്റ്റും സെക്കുലറും ഇല്ലാത്ത ആമുഖമായിരുന്നു പരസ്യങ്ങളിലടക്കം ഉപയോഗിച്ചിരുന്നത്. ആ ഒരു നിലപാട് തന്നെ ദത്താത്രേയ ഹൊസബല്ലയിലൂടെ RSSഉം മുന്നോട്ട് വയ്ക്കുകയാണ്. അഭിലാഷ്, തീർച്ചയായും അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം ഈ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കവേ ഈ ദത്താത്രേയ ഹൊസബല്ല, RSS ജനറൽ സെക്രട്ടറിയായ ദത്താത്രേയ ഹൊസബല്ല ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലറിസവും സോഷ്യലിസവും തുടങ്ങിയ പദങ്ങൾ അത് നിലനിർത്തണമോ എന്നതിനെ സംബന്ധിച്ച് സജീവ ചർച്ച ആവശ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഇക്കാര്യത്തിൽ ഒരു വളരെ വിശദമായ ഒരു സംവാദം ആവശ്യമാണ് എന്നാണ് RSSന്റെ ജനറൽ സെക്രട്ടറി മുന്നോട്ട് വച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഈ നിർദ്ദേശം. അദ്ദേഹം പറയുന്നത് ഈ നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ 1976 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായാണ് ഈ സോഷ്യലിസവും അതുപോലെ തന്നെ സെക്യുലറിസവും തുടങ്ങിയ പദങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾക്കൊള്ളിച്ചത്. BR അംബേദ്കർ എഴുതിയ ആദ്യ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിരുന്നില്ല. പക്ഷേ അടിയന്തരാവസ്ഥ കാലത്താണ് ഈ നിർദ്ദേശം, ഈ രണ്ട് പദങ്ങളും ഈ ഭരണഘടനയുടെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് നിലനിർത്തണമോ എന്ന കാര്യത്തിൽ സജീവ ചർച്ച വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിലവിൽ പല നേതാക്കളും, അതായത് കോൺഗ്രസ് നേതാക്കളെ, പ്രതിപക്ഷ നേതാക്കളെയൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പലരും ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുന്നവർ ഈ അടിയന്തരാവസ്ഥയെ ഇതുവരെ തള്ളിപ്പറയുകയോ അതിൽ ഖേദപ്രകടനമോ നടത്തിയിട്ടില്ല എന്ന കാര്യവും ഈ ദത്താത്രേയ ഹൊസബല്ല പറയുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ ഒരു സംവാദത്തിലാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. പക്ഷേ ഈ ദത്താത്രേയ ഹൊസബല്ലയുടെ ഈ നിർദ്ദേശത്തെ കോൺഗ്രസ് ശക്തമായി എതിർത്തിരിക്കുകയാണ്. RSS ഒരു കാലത്തും ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് അല്പസമയം മുമ്പ് എക്സിൽ കുറിച്ചിരിക്കുന്ന ട്വീറ്റിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 2024 മുമ്പ് തന്നെ ഇത്തരം നിർദ്ദേശങ്ങൾ ഈ RSS, BJP തുടങ്ങിയ സംഘടനകൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം അത് തള്ളിയതാണ്. ഇപ്പോൾ ഈ ഒരു പരാമർശം, ഈ ഒരു വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് കൊണ്ടുപോവുകയാണ്.